ക്ലച്ച് പിടിക്കാൻ കച്ചകെട്ടി UDF. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിന് അവസരം നൽകാൻ നീക്കം. ഡൊമിനിക് പ്രസന്റേഷനും പരിഗണനയിലുണ്ട്. തൃപ്പൂണിത്തുറയിൽ കെ ബാബുവിന് പകരം രാജു പി നായർ, രമേശ് പിഷാരടി, M ലിജു എന്നിവർക്കാണ് സാധ്യത. സജോ ദേവസ്യ ചേരുന്നു. സജോ, നമുക്ക് കൊച്ചിയിലെ സാധ്യതകളൊക്കെ ഒന്ന് പരിശോധിക്കാം. അതിലിപ്പോൾ ഷിയാസിന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം അതിന് നേതൃത്വം നൽകിയ ജില്ലാ അധ്യക്ഷനെ എവിടെ മത്സരിപ്പിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചർച്ച. കൊച്ചിയിൽ തന്നെ ആയിരിക്കുമോ? പ്രത്യേകിച്ച് ഈ ഒരു ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ DCC പ്രസിഡന്റുമാരുടെ ആ ഒരു ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മിക്കവരും MP-മാരോ MLA-മാരോ ഒക്കെ ആയവർ തന്നെയാണ്. അപ്പോൾ മുഹമ്മദ് ഷിയാസിനെ എവിടെയായിരിക്കും നിർത്തുക? ബാക്കിയുള്ളത് ഇപ്പോൾ ഡൊമിനിക് പ്രസന്റേഷൻ പരിഗണനയിലുണ്ടെന്നും കേൾക്കുന്നുണ്ട്. ഇനി തൃപ്പൂണിത്തുറയുടെ കാര്യമെടുത്താൽ കെ ബാബു, ഇനി അല്ലെങ്കിൽ രാജു പി നായർ, രമേശ് പിഷാരടി, ആർക്കാണ് ചീട്ട് വീഴുക? റോഷ്നി, എറണാകുളം ജില്ല എന്നത് കോൺഗ്രസിന് പ്രത്യേകിച്ച് UDF പൊതുവിലും കോൺഗ്രസിന് പ്രത്യേകിച്ചും വലിയ മുന്നേറ്റം, വലിയ നേട്ടം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കി. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എറണാകുളമാണ് എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം പരിശോധിച്ചാൽ മനസ്സിലാകും. ആ തിരഞ്ഞെടുപ്പിന് നേതൃത്വം വഹിച്ച DCC അധ്യക്ഷന് സീറ്റ് വേണം എന്ന ആവശ്യം പല നേതാക്കൾക്കുമുണ്ട്. മുഹമ്മദ് ഷിയാസിനും മത്സര രംഗത്തേക്ക് പോകാനുള്ള താല്പര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ പല സാധ്യതകൾ പരിശോധിച്ചു. പക്ഷേ പലയിടങ്ങളിലും സിറ്റിംഗ് ആണ്. ആലുവയിൽ സിറ്റിംഗ് ആണ്. കളമശ്ശേരി ഏറ്റെടുക്കാനുള്ള താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ അക്കാര്യം നടപ്പാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പോൾ കളമശ്ശേരി ഏറ്റെടുത്താൽ ഷിയാസിന് നൽകാനായിരുന്നു ആലോചന. 2 സീറ്റുകളുടെ കാര്യത്തിലും നടക്കില്ല. പിന്നെയുള്ള സാധ്യതയാണ് കൊച്ചി. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കുക എന്ന ഒരു നീക്കമാണ്, ആലോചനയാണ് സജീവമായി തന്നെ ഉള്ളത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഷിയാസ് മത്സരിക്കുന്നതിൽ താല്പര്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ കൊച്ചിയിൽ പരിഗണിക്കാം എന്നതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആലോചന. കൊച്ചിയാണ് മുന്നിലുള്ള ഒരു സാധ്യത. അതേസമയം സാമുദായിക സമവാക്യങ്ങൾ കൂടി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, 2 ടേമുകളിലായി KJ മാക്സി എന്ന ഇടതു നേതാവിനാണ്, CPM നേതാവിനാണ് അവിടെ വിജയം നേടാനായത്. ആ സീറ്റ് തിരിച്ചു പിടിക്കണമെങ്കിൽ നന്നായി വിയർപ്പൊഴുക്കേണ്ടി വരും എന്നൊരു വിലയിരുത്തലുണ്ട്. അതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഷിയാസിനെ തന്നെ അവതരിപ്പിക്കണം എന്ന അഭിപ്രായമുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ ഷിയാസ് വരികയാണെങ്കിൽ മറ്റ് 2 തൊട്ടടുത്തുള്ള വൈപ്പിനിലും തൃപ്പൂണിത്തുറയിലും സാമുദായിക സമവാക്യം അനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോയാൽ മതി എന്ന അഭിപ്രായമാണുള്ളത്. ഷിയാസിനെ കൂടാതെ ഡൊമിനിക് പ്രസന്റേഷനെ അവിടെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ഷിയാസിന് കൂടി താല്പര്യമുള്ള സീറ്റ് എന്ന നിലയിൽ കൊച്ചി പരിഗണിക്കുന്നു. അതേസമയം അവിടെ ഷിയാസ് വരികയാണെങ്കിൽ വൈപ്പിനിൽ അതനുസരിച്ച് സാമുദായിക സമവാക്യം അനുസരിച്ചുള്ള സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകണം. അവിടെ അജയ് തറയിൽ കാര്യമായി തന്നെ സ്ഥാനാർത്ഥിത്വത്തിനായി രംഗത്തുണ്ട്. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് ഉറപ്പായും അതിനുള്ള അർഹതയുണ്ട്. അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. കൂടാതെ ടോണി ചമ്മണി, നേരത്തെ കഴിഞ്ഞ നമ്മുടെ കൊച്ചിയിൽ മത്സരിച്ച ടോണി ചമ്മണിക്കും അവിടെ പരിഗണിക്കുന്നില്ല. അതുകൂടാതെ യുവ നേതാവ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷാരോൺ പനക്കലിനെയും അവിടെ പരിഗണിക്കുന്നു എന്നതാണ് പ്രധാനം. ഇതോടൊപ്പം ഈ സാമുദായിക സമവാക്യം തന്നെ നേരെ തൃപ്പൂണിത്തുറയിലും നടപ്പാകുമെന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് ലാറ്റിൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾക്ക് കൂടി പരിഗണന നൽകും വിധം ഈഴവ ലാറ്റിൻ വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ കൂടി അങ്ങനെ വരുമ്പോൾ പരിഗണിക്കണം. അങ്ങനെ ഈ 3 മണ്ഡലങ്ങൾ ഒരു പാക്കേജായി കണക്കാക്കുക എന്നാണ്. അതായത് കൊച്ചി, വൈപ്പിൻ, തൃപ്പൂണിത്തുറ ഏതായാലും വീണ്ടും ഒരു അംഗത്തിനില്ല എന്ന നിലപാടാണ് കെ ബാബു സ്വീകരിക്കുന്നത്. പിന്മാറുന്ന കാര്യം നേതൃത്വത്തെ ഇതിനകം കെ ബാബു അറിയിച്ചിട്ടുണ്ട്. നേതാക്കൾ മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പിന്മാറാനുള്ള താല്പര്യവും സന്നദ്ധതയും നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിലാണ് മറ്റു പേരുകളിലേക്ക് പോകുന്നത്. പ്രധാനമായും രാജു പി നായർ, ചലച്ചിത്ര താരം കൂടിയായ രമേശ് പിഷാരടി എന്നിവരുടെ പേരുകളും ഒപ്പം M ലിജുവിന്റെ പേരും കൂടി പരിഗണിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഈഴവ വിഭാഗത്തിൽ നിന്നുകൂടി പ്രാതിനിധ്യം ഉണ്ടാകണം എറണാകുളത്ത് സീറ്റുകൾ അന്തിമമായി തീരുമാനിക്കുമ്പോൾ. അത് സിറ്റിംഗ് ഒഴികെയുള്ള സീറ്റുകളിലാണ് പരിഗണിക്കാൻ കഴിയുക. അങ്ങനെ വരുമ്പോഴാണ് M ലിജുവിന്റെ പേര് കൂടി അവിടെയുള്ളത്. അന്തിമമായി കെ ബാബുവിന്റെ താല്പര്യവും കൂടി പരിഗണിക്കും. അതോടൊപ്പം ഈ സാമുദായിക സമവാക്യങ്ങൾ, ഒപ്പം പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം എന്നിവയെല്ലാം പരിഗണിക്കും. പക്ഷെ അതിൽ കൊച്ചിയിലെ സർപ്രൈസ് മുഖം ഷിയാസ് തന്നെയാകുമോ എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനം. പ്രതിപക്ഷ നേതാവിന്റെ അടക്കം പിന്തുണയുണ്ട്. അതേസമയം കൊച്ചിയിൽ ഇങ്ങനെ മറ്റൊരു സ്ഥാനാർത്ഥി വരുമ്പോൾ സ്വാഭാവികമായും സാമുദായിക സമവാക്യം മറ്റു മണ്ഡലങ്ങളിൽ പാലിച്ച് അതിന്റെ പ്രശ്നം അവസാനിപ്പിച്ചാൽ മതി എന്ന നിലപാടാണ്. നേരത്തെ മട്ടാഞ്ചേരി മണ്ഡലം ഉണ്ടായിരുന്നു. ആ മട്ടാഞ്ചേരി മണ്ഡലം ഇല്ലാതായി പോയതാണ്. അതിനുശേഷമാണ് കളമശ്ശേരി മണ്ഡലം ലീഗിന് നൽകുന്നത്. അങ്ങനെ വന്നപ്പോൾ ഷിയാസിന് മറ്റൊരു മണ്ഡലം നൽകാൻ കഴിയുന്ന സാഹചര്യമില്ല. മറ്റ് സ്ഥലങ്ങളിൽ സിറ്റിംഗ് ആണ്. നേരത്തെ തൃക്കാക്കരയിലടക്കം പരിഗണിച്ചിരുന്നു. പക്ഷേ അവിടെ സിറ്റിംഗ് MLA ഉണ്ട്. അവരെ പരിഗണിക്കേണ്ടതായി വരും. ഏതായാലും കൊച്ചി മത്സരിക്കുകയാണെങ്കിൽ, അവസരം നൽകുകയാണെങ്കിൽ കൊച്ചി എന്ന നിലപാടിൽ തന്നെ ഷിയാസും അത്തരം താല്പര്യം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അന്തിമമായി ഈ സാഹചര്യങ്ങളിലെല്ലാം കൂടിയാലോചനകൾ ഉണ്ടാകും. എറണാകുളത്തെ സംബന്ധിച്ച് 14 നേടാൻ കഴിയും എന്ന ആത്മവിശ്വാസവും അവകാശവാദവുമാണ് കോൺഗ്രസ് UDF പൊതുവെ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം.
അതിൽ ഇത്തരം സർപ്രൈസ് മുഖങ്ങൾ കൂടി വരുമോ? ഈ എറണാകുളം ജില്ലാ അധ്യക്ഷൻ മത്സര രംഗത്തുണ്ടാകുമോ എന്ന ചോദ്യമാണ്. ഉണ്ടെങ്കിൽ അത് കൊച്ചിയിൽ തന്നെയാകും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഓക്കെ, കൊച്ചിക്കായി കച്ചകെട്ടാൻ ഷിയാസിനെ തന്നെയാണ് കാണുന്നതെന്നാണ് വിലയിരുത്തലുകൾ. ഇനി മറ്റേതെങ്കിലും പേരുകളിലേക്ക് അവസാന ഘട്ടത്തിൽ എത്തുമോ എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയം, അതിന് നേതൃത്വം നൽകിയ ജില്ലാ അധ്യക്ഷനെ കൊച്ചിയിൽ നിലവിൽ CPIM-ന്റെ സിറ്റിംഗ് സീറ്റായ കൊച്ചി പിടിച്ചെടുക്കുക എന്നുള്ളതാണ് UDF-ന് മുന്നിലുള്ള വെല്ലുവിളി. അപ്പോൾ ഷിയാസ് ആയിരിക്കുമെന്ന് കരുതുകയാണ്. തൃപ്പൂണിത്തുറയിലും മറ്റ് ചർച്ചകൾ.